ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ ജീവിതം അമൂല്യമായ ഒരവസരമാണ്. ഈ അവസരത്തെ നാം എങ്ങനെ വേണമെങ്കിലും വിനിയോഗിക്കാം. വിഷയാഭിമുഖമായി ഇന്ദ്രിയ വിഷയങ്ങളിൽ കൂടി ആർത്തട്ടഹസിച്ച് വളരെ സന്തോഷമായി ചെലവഴിക്കാം. എന്നാൽ ആ സന്തോഷത്തിൻ്റെ പിന്നിൽ ദുഃഖം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന വസ്തുത കൂടി നാം മനസ്സിലാക്കണം. എന്നാൽ രണ്ടാമത്തെ മറ്റൊരു മാർഗം, ഈ വിഷയങ്ങൾ എല്ലാം അനുനിമിഷം മാറ്റത്തിനും നാശത്തിനും വിധേയമാണെന്ന് ബോധിച്ച് പരമമായ സത്യത്തിലേക്ക് നാം നീങ്ങുകയാണെങ്കിൽ ഈ വിഷയത്തിനെല്ലാം ആധാരമായിരിക്കുന്ന ശക്തിയേതോ അതിലേക്കാണ് നാം നീങ്ങുന്നതെങ്കിൽ നമ്മൾ പരമമായ സുഖത്തിൻ്റെയും സുരക്ഷയുടെയും ഉടമകളായിത്തീരും. ഏത് വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അതിനാൽ അജ്ഞാനത്തിലനങ്ങാതെ മുഖം മൂടിക്കിടക്കുകിൽ മനസ്സടിമയാക്കിയിടും കർമ്മത്തിനും മനുഷ്യനെയും. നമ്മൾ ഈ പ്രപഞ്ച വിഷയങ്ങൾ എപ്പോഴും നമ്മെ വലിച്ചിഴച്ചുകൊണ്ട് ഇന്ദ്രിയ സുഖങ്ങൾക്കായുള്ള പ്രേരണയാണുള്ളത്. അതിൻ്റെ നേരെ നാം വിവേകപൂർവം ജീവിച്ചില്ലെങ്കിൽ മനസ്സ് നമ്മെ അടിമയാക്കി വിഷയങ്ങളിൽ പിടിച്ച് താഴ്ത്തും. അതിൻ്റെ ദുരിതം ആജീവനാന്തം അനുഭവിക്കേണ്ടതായും വരുന്നു. അതിനാൽ അജ്ഞാനത്തിൽ അനങ്ങാതെ, ഇതൊക്കെ സത്യമാണെന്ന് തോന്നുന്നത് നമ്മുടെ ആത്മജ്ഞാനം ഇല്ലായ്മയാലാണ്. ആത്മാവിൻ്റെ മഹത്വത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഇതിനൊക്കെ വില കൽപ്പിക്കുന്നതും ഇതൊക്കെ മഹത്വമുള്ളതായി ധരിക്കാനും കാരണമായിരിക്കുന്നത്. എന്നാൽ അജ്ഞാനത്തിലനങ്ങാതെ മുഖം മൂടിക്കിടക്കുകിൽ, ഇതൊക്കെ മതി എനിക്ക്, ഞാൻ ഇതുകൊണ്ടൊക്കെ പരിപൂർണ സംതൃപ്തരാണ് എന്ന് കരുതി ഇരുന്നാൽ ഈ മനസ്സ് കണ്ടതുപോലെയൊന്നുമല്ല. മനസ്സിൻ്റെ ഭരണമായി കഴിഞ്ഞാൽ പിന്നെ നമ്മെ അടിച്ചമർത്തി അടിമയാക്കും. അതാണ് ഒരു അടിമയുടെ കീഴിൽ അടിമത്വത്തിന് വിധേയമായാൽ പിന്നെ നരകത്തിന് മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല. അതാണ് പറയുന്നത്, അജ്ഞാനത്തിലനങ്ങാതെ മുഖം മൂടിക്കിടക്കുകിൽ. ഇന്നെല്ലാ മനുഷ്യരും ഇങ്ങനെയാണ്. അജ്ഞാനമെന്നാൽ ഈ ലോകത്തെക്കുറിച്ചുള്ള അറിവാണ്. ആത്മാവിനെക്കുറിച്ച് അറിവില്ലായ്മയും ഈ ലോകത്തിൻ്റെ അറിവ് മാത്രമാണ് പരമസത്യം എന്ന് ധരിച്ചിരിക്കുകയും ചെയ്യുന്നതിനെയാണ് അജ്ഞാനം എന്ന് പറയുന്നത്. ഇതിലപ്പുറം ഒന്നും എനിക്ക് അറിയേണ്ടതായിട്ടില്ല എന്ന ധാരണ, അതാണ് അജ്ഞാനത്തിലനങ്ങാതെ മുഖം മൂടിക്കിടക്കുകിൽ. കണ്ണു തുറന്നു നാം ഇതൊക്കെ ഒന്ന് നോക്കി കാണേണ്ടതാണ്. പക്ഷേ നമ്മൾ ഇങ്ങനെയൊക്കെ മതി, ഇതൊക്കെ ഞാൻ പരമസുഖിയാണ്, ഇതിലപ്പുറം ഒരു സുഖം എനിക്ക് വേണ്ട എന്ന അവസ്ഥയിൽ ഉള്ളവർ, അതാണ് അജ്ഞാനത്തിലനങ്ങാതെ മുഖം മൂടിക്കിടക്കുകിൽ മനസ്സടിമയാക്കിയിടും ജീവനെ. അത്തരത്തിൽ മുഖം മൂടിക്കിടക്കുന്ന ജീവനെ മനസ്സ് തൻ്റെ അടിമയാക്കുന്നു. കർമ്മത്തിനും മനുഷ്യനെ പല കർമ്മങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. കർമ്മം ഏതായിരിക്കും ചെയ്യുന്നത്? കർത്തൃത്വ ബുദ്ധിയോടും ഫലേച്ഛയോടും കൂടി, അതും ദുരിതകർമ്മങ്ങൾ, പാപകർമ്മങ്ങൾ പലതും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. വികർമ്മം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ വിവേകപൂർവം മനസ്സിനെ നാം സ്വാധീനിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നാം മനസ്സിൻ്റെ അടിമയാകാതെ മനസ്സിൻ്റെ ഉടമയായി നാം തീരേണ്ടതാണ്. അപ്പോൾ മാത്രമേ മനുഷ്യജന്മത്തിൻ്റെ മഹത്വം അറിയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അജ്ഞാനത്തിലനങ്ങാതെ
മുഖം മൂടിക്കിടക്കുകിൽ മനസ്സടിമയാക്കിയിടും കർമ്മത്തിനും മനുഷ്യനെ.